അങ്ങനെ ഇച്ചിക്കുണ്ട് ചുമയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ഇച്ചിക്കുണ്ട് അഡ്മിറ്റ് ആക്കി കേട്ടോ. ഇപ്പോൾ വന്ന് പിറ്റേ ദിവസത്തെ ഒരു കുഞ്ഞ് വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ചെറിയ ചുമയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊണ്ടുവന്ന ദിവസമൊക്കെ നല്ല ചുമയായിരുന്നു കേട്ടോ. അപ്പോൾ പനിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ചുമയായിരുന്നു ഒരു രക്ഷയിലുണ്ടായി കഴിഞ്ഞത്. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കളിപ്പാട്ടത്തിൻ്റെ ലോഡായിരുന്നു, വന്നവരും പോണവരൊക്കെ കളിപ്പാട്ടമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്നത്താണെങ്കിൽ ഓംലേറ്റ് ഉണ്ടാക്കി മടുത്ത് എൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കാനൊക്കെ കൂടി ഓരോ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ കളിക്കുന്ന കളി കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ തന്നെ ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ആൾക്ക് അറിയത്തില്ല, ഇനി കുറച്ച് നേരം വന്ന് ഇഞ്ചക്ഷനൊക്കെ കുത്തി ആൾ ഭയങ്കര സീനൊക്കെ ആയിരുന്നു, കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കരച്ചിലൊക്കെ ഒന്ന് മാറി ഒന്ന് സൈലൻ്റായിട്ടൊന്ന് കിടന്ന് ഉറങ്ങിയത്, ഇപ്പം അങ്ങ് ഉറങ്ങിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കുക, ഇഞ്ചക്ഷൻ കുത്താൻ വരുമെന്നൊക്കെ അവനടുത്ത് ചോദിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ദേ മുഖത്ത് കാണുന്ന സന്തോഷം കണ്ടോ. അപ്പോൾ ദേ അമ്മ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ അമ്മ വൈകുന്നേരം ഇപ്പോൾ വന്നു. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് അവൻ്റെ മുഖത്ത് കണ്ടത്. പിന്നെ കുറച്ച് നേരം അമ്മാമ്മയും കൊച്ചുമോനൊക്കെ ആയിട്ടിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ ഇങ്ങനെ കളിയും ചിരിയൊക്കെ ആയിട്ട് റൂമിൽ തന്നെ ഒതുങ്ങി നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ അവൻ്റെ കളിപ്പാട്ടവും അതും ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവൻ സീനൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുമായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ചോറിന് മാത്രം ഇച്ചിരി മടിയായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് പപ്പടവും പിന്നെ പയർ, അതൊക്കെ അവന് ഇഷ്ടപ്പെട്ട കറികളൊക്കെയാണ്. അപ്പം അതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൊടുത്ത് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒന്ന് കുളിപ്പിച്ച് മീൻസ് ഒന്ന് മേലൊക്കെ ഒന്ന് കഴുകി കേട്ടോ. തലയൊന്നും നനച്ചില്ല, മേലൊക്കെ ഒന്ന് കഴുകി ടി വി ഒക്കെ നൈസായിട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ ആൾ ടി വി ഒക്കെ കണ്ടുകൊണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഇരിക്കും. അങ്ങനെ ടി വി അധികം കണ്ടുകൊണ്ടിരിക്കുന്ന ആളൊന്നും അല്ല, എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കാണ്ട് ചിത്താന്തൊക്കെ ഒന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് ആളിത് ഇങ്ങനെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. വീട്ടിലാണെങ്കിൽ ഓടിപ്പഞ്ഞെടുക്കാം, ഇവിടെ അങ്ങനെ ഓടിപ്പഞ്ഞെടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.